ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് മൊഡ്യൂൾ 6ൻ്റെ അകത്തെ ഫസ്റ്റ് ടോപ്പിക്കാണ്, വിച്ച് ആർ ആഡേഴ്സ്. അപ്പം നമ്മൾ ഓൾറെഡി ജനറിക് ഡിജിറ്റൽ പ്രോസസ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദെർഫോർ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് ഉണ്ടായിരിക്കും, മെമ്മറി ബ്ലോക്സ് ഉണ്ട്, കൺട്രോൾ ബ്ലോക്ക് ആസ് വെൽ ആസ് ഡേറ്റ പാത്ത് അല്ലേ. അപ്പം നമുക്കിവിടെ ഇവിടെ ഈ മൊഡ്യൂളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഡേറ്റ പാത്ത് ആണ്. കാരണം ഡേറ്റ പാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓൾറെഡി ഇത് അരിത്തമെറ്റിക് ആസ് വെൽ ആസ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഈസ് ഇൻ ദ ഡേറ്റ പാത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ പാത്ത് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡിനെ ഏറ്റവും കൂടുതൽ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മളുടെ ഡേറ്റ പാത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അരിത്തമെറ്റിക് ആസ് വെൽ ആസ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സർക്യൂട്ടറീസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡേറ്റ പാത്തിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഫാസ്റ്ററായിട്ടുള്ള സർക്യൂട്ടറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് കൂടുതലും ഫാസ്റ്റായിട്ടുള്ള അഡീഷൻസ് ഓർ ഓപ്പറേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സർക്യൂട്ടറീസ് ആണ്. അഡീഷൻസ് ആസ് വെൽ ആസ് മൾട്ടിപ്ലയേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഒരു 1 ബിറ്റ് ബൈനറി ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ? ബൈനറി ആയിട്ട് ഓൾറെഡി നിങ്ങൾ 1 ബിറ്റ് പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഇൻപുട്ട്സ് എന്ന് പറയുന്നത് എ ബി, ദെൻ ക്യാരി ഇൻ സി ഇൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, സം എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, സി ഔട്ട് എന്ന് പറയുന്നത് ഈസ് ദ ക്യാരി ഔട്ട്. അപ്പം അതിൻ്റെ ട്രൂത്ത് ടേബിളും ആ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു 3 ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് നോക്കാനായിട്ട് പോകുന്നത്: കിൽ, പ്രൊപ്പഗേറ്റ് ആസ് വെൽ ആസ് ജനറേറ്റ്. അപ്പോൾ അതിനകത്ത് കിൽ ഫംഗ്ഷൻ നോക്കാനായിട്ട് ഫസ്റ്റ് ആ ട്രൂത്ത് ടേബിളിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു സർക്കിൾ നോക്കുക, അത് ടോപ്പ് 2 റോസ്. അപ്പോൾ അതിൻ്റെ കേസിൽ നോക്കിക്കേ, സി ഇന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിലും സി ഔട്ടിൻ്റെ വാല്യൂ 0 ആണ്. അതേപോലെ തന്നെ സി ഇന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിലും സി ഔട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് സി ഇൻ, സി ഔട്ട് വിൽ ബി ഓൾവേസ് 0 പ്രൊവൈഡഡ് ദ വാല്യൂ ഓഫ് ദ ഇൻപുട്ട്സ് എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. എ ആൻഡ് ബി 0 ആയിട്ടിരിക്കുകയാണ്. ആൻഡ് സി ഇന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിലും ശരി 1 ആണെങ്കിലും ശരി സി ഔട്ടിൻ്റെ വാല്യൂ വിൽ ബി ഓൾവേസ് 0, വിച്ച് മീൻസ് ദ ക്യാരി ഈസ് ഗെറ്റിംഗ് കിൽഡ് ഓവർ ഹിയർ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനെ കിൽ ഫംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ദെയർഫോർ ആ ലാസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ബോട്ടം ലെഫ്റ്റിൽ കിൽ ഈസ് ഗിവൺ ബൈ എ ബാർ ആൻഡ് ബി ബാർ. കാരണം എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറയുന്ന ഈ കേസിൽ 0 ആയിട്ടാണ് ഇരിക്കുന്നത്. ദെൻ പിന്നെയുള്ള ഒരു സർക്കിൾ നോക്കിക്കേ, പിന്നത്തെ ഉള്ള 4 റോസ് അതെന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ സീനിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ സി ഔട്ടിൻ്റെ വാല്യൂവും 0 ആണ്, സീൻ്റെ വാല്യൂ 1 ആണെങ്കിൽ സി ഔട്ടിൻ്റെ വാല്യൂ 1 ആണ് ആ 4 റോസിൽ അല്ലേ. എന്ന് പറയുമ്പോൾ വാട്ട് എവർ ഈസ് ദ വാല്യൂ ഓഫ് സി ഇൻ ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ടു സി ഔട്ട്. ആൻഡ് എ ആൻഡ് ബിയുടെ വാല്യൂസ് അപ്പോൾ എന്താണ്? നമുക്കിപ്പോൾ സി ഔട്ട് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എ ബാർ ബി പ്ലസ് എ ബി ബാർ അല്ലേ. അപ്പോൾ ദെയർഫോർ ദ പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ എക്സ് ഓർ ബി. പിന്നെ ചില കേസിൽ പ്രൊപ്പഗേറ്റിന് എ പ്ലസ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. കാരണം എയ്തർ എ ഓർ ബി എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ലാസ്റ്റത്തെ ഫംഗ്ഷൻ ഈസ് ദ ജനറേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആ ലാസ്റ്റത്തെ സർക്കിൾ കാണിച്ചിരിക്കുന്നത് ആ ലാസ്റ്റ് 2 റോസ് നോക്കിക്കേ. അതിൻ്റെ കേസിൽ സീനിൻ്റെ വാല്യൂ 0 ആണെങ്കിലും സി ഔട്ടിൻ്റെ വാല്യൂ 1 ആണ്. സീനിൻ്റെ വാല്യൂ 1 ആയപ്പോഴും സി ഔട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എന്ന് പറയുമ്പോൾ സീനിൻ്റെ വാല്യൂ എന്താണെങ്കിലും ശരി സി ഔട്ടിൻ്റെ വാല്യൂ ഈസ് 1 ഓർ എ ക്യാരി ഈസ് ജനറേറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് സി ഇൻ അല്ലേ. ഒരു പ്രൊവൈഡഡ് ഒരു കണ്ടീഷനുണ്ട്, എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ആർ 1 ഇൻ ദിസ് കേസ്. ദെയർഫോർ ജനറേറ്റ് എങ്ങനെ എഴുതാം? ജനറേറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഓർ എ ആൻഡ് ബി. അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ്ലി ആണ് ഏറ്റവും ബോട്ടം ലെഫ്റ്റിലെ ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പം സമ്മിൻ്റെയും സി ഔട്ടിൻ്റെയും ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, സം ഈസ് ഈക്വൽ ടു എ എക്സ് ഓർ ബി എക്സ് ഓർ സി. ഇപ്പോൾ എ എക്സ് ഓർ ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു എന്തുവാണ്? പ്രൊപ്പഗേറ്റ് ഓർ പി ആണ്. അപ്പോൾ ദെയർഫോർ ദാറ്റ് എ എക്സ് ഓർ ബി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ പി. ദെയർഫോർ പി എക്സ് ഓർ സി എന്ന് എഴുതിയിട്ടുണ്ട് ട്രൂത്ത് ടേബിളിലെ താഴെ നോക്കുവാണെങ്കിൽ. പിന്നെയുള്ളത് ഏതാണ്? സി ഔട്ട് നിങ്ങൾക്കറിയാം. സി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി അല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ് അല്ലേ. ഓൾറെഡി നിങ്ങളത് പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ
എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്റ് ആണ്. അപ്പോൾ ദെയർഫോർ എ ബിക്ക് പകരം ജനറേറ്റ് എഴുതാം. ദാറ്റ് പ്ലസ് സി ഇൻറ്റു സീനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് എ സി പ്ലസ് ബി സിക്കകത്തുനിന്ന് സീനെ പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പഗേറ്റ് ഫംഗ്ഷനാണ് അല്ലേ? ദെയർഫോർ ഞാൻ പറഞ്ഞു ഓൾറെഡി മേളിൽ എഴുതിയിട്ടുണ്ട്, പ്രൊപ്പഗേറ്റ് അറ്റ് സർട്ടൺ ടൈംസ് പി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിട്ട് എടുക്കാറുണ്ട്. കാരണം എയ്തർ വൺ ഓഫ് ദം 1 ആയാൽ മതി അല്ലേ? അപ്പോൾ ദെയർഫോർ എനിക്ക് ഫൈനൽ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ജി പ്ലസ് സീൻ ഇൻറ്റു പി ഓർ ജി ഓർ പി ആൻഡ് സീൻ. അങ്ങനെയാണ് സി ഔട്ടിനെ ജനറേറ്റിനും പ്രൊപ്പഗേറ്റിനും ടേംസിൽ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് ഫൈനലി ഇവിടെ ചെയ്യേണ്ടത് ഒരു ഫുൾ ആഡറിൻ്റെ CMOS ഇംപ്ലിമെൻറ്റേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ CMOS ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് സി ഔട്ട് ബാർ ആണ് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ സം ജനറേറ്റ് ചെയ്യുന്ന ബ്ലോക്കിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് സി ഔട്ട് ബാർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ട്രൂത്ത് ടേബിൾ നമ്മളുടെ 1 ബിറ്റ് ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ സി ഔട്ടിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ലാസ്റ്റ് ഒരു കോളം ആഡ് ചെയ്തിട്ടുണ്ട്, സി ഔട്ട് ബാർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, സി ഔട്ടിൻ്റെ ജസ്റ്റ് ഇൻവേർഷൻ മാത്രമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ ഇൻവേർഷൻ മാത്രമായിട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സമ്മിൻ്റെ വാല്യൂ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സി ഔട്ട് ബാർ സി ഇൻ പ്ലസ് സി ഔട്ട് ബാർ ബി പ്ലസ് സി ഔട്ട് ബാർ എ പ്ലസ് എ ബി സി ഇൻ അല്ലേ? സം 1 ആയിരിക്കുന്നതെല്ലാം പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? സി ഔട്ട് ബാറിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സി ഔട്ട് ബാർ ഇൻറ്റു സി ഇൻ പ്ലസ് ബി പ്ലസ് എ ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് എ ബി ഇൻറ്റു സി ഇൻ. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പം ഫൈനലി എനിക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സി ഔട്ട് ബാർ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സി ഔട്ട് ബാർ. ഓക്കെ, ഇനിയിപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ CMOS സർക്യൂട്ടറി. അപ്പോൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് പറയുന്നത് സി ഔട്ടിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനാണ്. നമ്മൾ ഓൾറെഡി എ ബി പ്ലസ് ബി സി പ്ലസ് എ സി വെച്ചിട്ട് ജസ്റ്റ് CMOS ഇംപ്ലിമെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാൻഡ് ആണെന്നുണ്ടെങ്കിൽ എൻ എന്ന് പറയുന്ന സീരീസ്, നോർ ആണെന്നുണ്ടെങ്കിൽ എൻ വിൽ ബി പാരലൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫോർ ദ PMOS സ്ട്രക്ചർ അല്ലേ? അത് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നോക്കുക, ഈ ഒരു സ്ട്രക്ചർ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സി ഔട്ട് ബാറാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് സി ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഇൻവേർട്ടറിനെ പ്ലേസ് ചെയ്യേണ്ടതാണ്. താഴെ ഒരു ഇൻവേർട്ടറും കൂടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ടറിയാണ് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് സി ഔട്ട് ബാർ വെച്ചിട്ട് സി ഔട്ട് ബാറിൻ്റെ ടേംസിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന എസിൻ്റെ ഫംഗ്ഷൻ, അതാണ് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഇൻവേർട്ടർ വെച്ച്, കാരണം നമുക്ക് സമ്മിൻ്റെ ബാർ വാല്യൂ ആണ് കിട്ടുന്നത്, അതുകൊണ്ട് ഇൻവേർട്ടർ ഉപയോഗിച്ച് നമ്മളതിൻ്റെ എസ് ഓർ ഫൈനൽ സം വാല്യൂവിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതെന്ന് പറയുന്നത് 28 ട്രാൻസിസ്റ്റേഴ്സാണ് നമുക്കൊരു 1 ബിറ്റ് ഫുൾ ആഡർ CMOSൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ആ 1 ബിറ്റ് ഫുൾ ആഡർ തന്നെ ഒരു മിറർ സർക്യൂട്ടറിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ്. തൊട്ടുമുമ്പ് കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിന് ജസ്റ്റ് ഒരു റീഅറേഞ്ച്ഡ് വാല്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു സിമെട്രിക്ക് വേണ്ടിയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. സച്ച് ദാറ്റ് ദ ടോപ്പ് പോർഷൻ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദ ബോട്ടം പോർഷൻ. ഒരു മിറർ ഇമേജ് വരുന്ന രീതിയിലാണ് PMOSനെയും NMOSനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുക, സച്ച് ദാറ്റ് നമുക്ക് ഫൈനലി ലേ ഔട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ബെറ്റർ ലേ ഔട്ട് കിട്ടുന്നത് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മിറർ ആഡർ. അപ്പോൾ ഇതിനകത്ത് 24 ട്രാൻസിസ്റ്റേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ആ +4 വരുന്നത് 2 ഇൻവേർട്ടേഴ്സ് ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ +4 അഡീഷണലി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 28 ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ്, ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മളിനി
കാണാനായിട്ട് പോകുന്നത് ഈസ് എ റിപ്പിൾ ക്യാരി ആഡർ. റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈസ് എ 4-bit ഫുൾ ആഡർ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ 2 4-bit വാല്യൂസിനെ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ യൂസ് ചെയ്യുന്നത്. ഇപ്പം 4 ഫുൾ ആഡേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സി ഇൻ ഓർ സി ഐ ഓഫ് 0 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇസ് എ സി ഇൻ വിച്ച് ഇസ് ഗിവൺ ടു ദ ഫസ്റ്റ് ഫുൾ ആഡർ. അപ്പോൾ ഈവൻ തോ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള 2 ബിറ്റ്സും അറ്റ് ദ സെയിം ടൈം പാരലലി ആണ് എല്ലാ ഫുൾ ആഡേഴ്സിനും കൊടുക്കുന്നത്. ബട്ട് സം എന്ന് പറയുന്നത് നമുക്ക് ഒരേ ടൈമിലായിരിക്കത്തില്ല കിട്ടുന്നത്. കാരണം ആദ്യത്തെ ഫുൾ ആഡറിന് മാത്രമാണ് സീൻ കിട്ടുന്നത്. ദാറ്റ് വിൽ ബി ജനറേറ്റിംഗ് എ സി ഔട്ട് വിച്ച് ഈസ് C0 ഓഫ് 0 കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ സെക്കൻഡ് ഫുൾ ആഡർ ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് സി ഔട്ട് എന്ന് പറയുന്നത് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ തേർഡ് ഫുൾ ആഡർ ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ ഫോർത്ത് ഫുൾ ആഡർ. ആൻഡ് അതിൽ നിന്നാണ് നമുക്ക് ഫൈനൽ സി ഔട്ട് കിട്ടുന്നത്, വിച്ച് മീൻസ് ദ ക്യാരി ഈസ് ബീയിങ് റിപ്പിൾഡ് ഫ്രം ദ ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വേഴ്സ്റ്റ് കേസ് ഡിലേ എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ടൈം ടു ട്രാവൽ ഫ്രം ഇൻപുട്ട് ടു ദ ഔട്ട്പുട്ടാണ് നമ്മൾ വേഴ്സ്റ്റ് കേസ് ഡിലേ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ദ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അത്രയും ഫുൾ ആഡേഴ്സ് കൂടുതൽ വേണ്ടി വരും. അപ്പം അത്രയും ഫുൾ ആഡേഴ്സ് കൂടുക എന്ന് പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ദ ഡിലേ ഓൾസോ ഇൻക്രീസസ് ലീനിയർലി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ നോക്കുക. ഇപ്പോൾ ടി ആഡർ എന്ന് പറയുന്നത് ഈസ് ടേക്കൻ ആസ് ദ ടൈം ടേക്കൺ ബൈ ദ ആഡർ ടു ഗിവ് ദ ഫൈനൽ ഔട്ട്പുട്ടാണ്. ആൻഡ് ടി ക്യാരി എന്ന് പറയുന്നത് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ക്യാരി ടു റീച്ച് ദ ഔട്ട്പുട്ട് ഓഫ് 1 ഫുൾ ആഡർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ആഡർ ടി ആഡർ ഈസ് ഗിവൺ ബൈ n-1 ഇൻറ്റു ടി ക്യാരി പ്ലസ് ടി സം. ഇപ്പോൾ ഈ കേസിൽ എന്ത് വരും, എൻ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 3 ടി ക്യാരി പ്ലസ് ടി സം എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ടി ആഡറിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഒരു ആഡർ പോകാനായിട്ട് പിന്നീട് ഇവരോട് പറയാനായിട്ടുള്ളത് റിപ്പിൾ ക്യാരി ആഡറിനെ RCA എന്നുള്ള ഒരു ഷോർട്ട് ഫോമിലും വിളിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈസ് ദ ക്യാരി ലുക്ക് എഹെഡ് ആഡർ വിച്ച് ഈസ് CLA എന്നുള്ള ഷോർട്ട് ഫോമിൽ വിളിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫാസ്റ്റ് ആഡർ ഓർ ക്യാരി പ്രെഡിക്റ്റർ എന്നൊക്കെയുള്ള പേരിൽ ഇതിനെ വിളിക്കാറുണ്ട്. ബേസിക്കലി നമ്മൾ റിപ്പിൾ ക്യാരി ആഡറിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് സർക്യൂട്ടറി എന്ന് പറയുന്നതാണ് ക്യാരി ലുക്ക് എഹെഡ് ആഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ നേരത്തെ എന്തുമായിരുന്നു, ക്യാരി എന്ന് പറയുന്നത് എൻറ്റയർ നമ്മുടെ ഫുൾ ആഡർ സർക്യൂട്ടറീസ് കൂടെ പാസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ടിൽ നിന്ന് നമ്മളുടെ ക്യാരി ക്യാൻ ബി പ്രീ കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ അത്രയും ടൈം നമുക്ക് എല്ലാ ഫുൾ ആഡറിൽ കൂടെയും റിപ്പിൾ ചെയ്ത് പോവാതെ തന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. ദെർഫോർ ദ പ്രൊപ്പഗേഷൻ ടൈം ക്യാൻ ബി റെഡ്യൂസ് യൂസിങ് ദിസ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനകത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ജനറേറ്റ് ഓർ ടു പ്രൊഡ്യൂസ് ദ ജനറേറ്റ് ബ്ലോക്ക് ആൻഡ് ദ പ്രൊപ്പഗേറ്റ് ബ്ലോക്ക്. ജനറേറ്റും പ്രൊപ്പഗേറ്റും നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടു കഴിഞ്ഞു. എന്ന് പറയുന്നത് ഇൻപുട്സിൽ നിന്നാണ് നമ്മൾ ജനറേറ്റ് ആസ് വെൽ ആസ് പ്രൊപ്പഗേറ്റ് ടേംസിനെ കണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. പ്രൊപ്പഗേറ്റ് ഈസ് ഈക്വൽ ടു AX or B ആൻഡ് ജനറേറ്റ് GI ഈസ് ഈക്വൽ ടു AI ഇൻറ്റു BA. പ്രൊപ്പഗേറ്റ് ആൻഡ് ജനറേറ്റ് അത് ജസ്റ്റ് ഒരു നമ്മുടെ ലോജിക്കൽ ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ആൻഡും XOR ഗേറ്റും വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു പ്രൊഡ്യൂസ് ദ ക്യാരി ടേംസ് ഫ്രം ദ ജനറേറ്റ് ആൻഡ് ദ പ്രൊപ്പഗേറ്റ് ഫങ്ഷൻസ്. സമ്മിൻ്റെയും ക്യാരിയുടെയും ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. സം ഈസ് ഗിവൺ ആസ് PI XOR CI ആൻഡ് Cout or CI plus 1 is given as GI plus PI CI. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് സമ്മ് മാത്രം ജസ്റ്റ് ഞാൻ അതിൻ്റെ ലോജിക്കൽ ആയിട്ടുള്ള നമ്മളുടെ ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് ക്യാരി ടേംസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമുക്കറിയാം, CI plus 1 was equal to GI plus PI CI. അപ്പോൾ ദെർഫോർ C1നെ എങ്ങനെ എഴുതാം, G0 plus P0 C. ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു G1 plus P1 C1. ഓക്കെ ആണല്ലോ. പക്ഷേ G1
പ്ലസ് P1 ഇൻറ്റു C1ൻ്റെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഉടനെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. റീപ്ലേസിങ് C1 ഫ്രം ദ പ്രീവിയസ് സ്റ്റെപ്പ്. C1നെ ജസ്റ്റ് പ്രീവിയസ് സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്നതുമായിട്ട് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ആ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും റൈറ്റിൽ C2ൻ്റെ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. സിമിലർലി C3 എന്ന് പറയുമ്പോഴത്തേക്കും G2 പ്ലസ് P2 ഇൻറ്റു C2. ഇപ്പോൾ C2ൻ്റെ എക്സ്പാൻഷൻ തൊട്ട് മേളത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് P2 ഇൻറ്റു ദാറ്റ് വാല്യൂ. അതിൻ്റെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. സിമിലർലി ഫോർ C4. അപ്പോൾ C1, C2, C3, C4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് നമ്മൾ അറ്റൈൻ ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് നമ്മളുടെ ലോജിക്കൽ ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഫൈനൽ സ്ട്രക്ചർ. ഫിഗർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൊപ്പഗേറ്റ് ആസ് വെൽ ആസ് ജനറേറ്റ് ബ്ലോക്സ് ഫോം ചെയ്യുമായിരുന്നു ഫ്രം ദ ഇൻപുട്ട്സ് എ ആൻഡ് ബി. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ക്യാരി ജനറേറ്റർ ആയിരുന്നു. ക്യാരി ടേംസ് ജനറേറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ജനറേറ്റ് ദ സം ടേംസ്. അങ്ങനെയാണ് ഇവിടെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഫോർ എ 4-bit CLA. ഇനിയിപ്പം ഇത് ജസ്റ്റ് ക്യാരിയുടെ ടേംസ് മാത്രം അതിൻ്റെ CMOS സർക്യൂട്ടാണ് നമുക്ക് ഫൈനലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ കാണിച്ചിരിക്കുന്നതിൽ ഞാൻ ജസ്റ്റ് ഗേറ്റ്സ് വെച്ച് കാണിച്ചതാണ്. ഇപ്പോൾ നമുക്ക് CMOS സർക്യൂട്ടറിയിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ C1, C2ൻ്റെ ഒക്കെ NMOS ലോജിക്ക് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഡയഗ്രത്തിൻ്റെ അകത്ത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും PMOS. നമുക്ക് അറിയാം ആസ് വെൽ ആസ് ഇപ്പോൾ C1 ബാറാണ് കിട്ടിയിരിക്കുന്നത്. C1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവേർട്ടറും കൂടെ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നതാണ്. C1ൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം G0 പ്ലസ് P0 ഇൻറ്റു C. അത് വെച്ച് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം C0 എന്നാണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ C2ൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് G1 പ്ലസ് P1 ഇൻറ്റു C1. അപ്പോൾ G1 പ്ലസ് P1 ഇൻറ്റു C1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ G0 പ്ലസ് P0 ഇൻറ്റു C. അത് വെച്ചിട്ടാണ് ഈ C2. സിമിലർലി C3 ആസ് വെൽ ആസ് C4. C3 ആണെന്നുണ്ടെങ്കിൽ G2 പ്ലസ് P2 ഇൻറ്റു C2. അപ്പോൾ G2 പ്ലസ് P2 ഇൻറ്റു C2 എന്ന് പറയുന്നത് ഫ്രം ദ പ്രീവിയസ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ആ ബ്രാക്കറ്റിൻ്റെ അകത്ത്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സിമിലർലി C4 ഈസ് ഈക്വൽ ടു G3 പ്ലസ് P3 ഇൻറ്റു C3. അപ്പോൾ അതിൻ്റെ അകത്ത് C3 നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്നതാണ് ആ ഫ്ലവർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് അതിൻ്റെ കറസ്പോണ്ടിങ്. ഇപ്പോൾ NMOS മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. NMOS ഇംപ്ലിമെൻറ്റേഷൻ ഓർ NMOS ലോജിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ക്യാരി ടേംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫൈനലി നമുക്ക് CLA ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിപ്പോൾ ഞാൻ ക്യാരി മാത്രം ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. കാരണം ക്യാരിയാണ് ഇച്ചിരി കോംപ്ലക്സിറ്റി ഉള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ സിമ്പിൾ സംഭവങ്ങൾ തന്നെയാണ്. ജനറേറ്റ്, പ്രൊപ്പഗേറ്റ് ആസ് വെൽ ആസ് സം. അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാരി മാത്രം എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിമിലർലി ഇതേപോലെ എല്ലാത്തിൻ്റെയും നമ്മൾ കറസ്പോണ്ടിങ് CMOS സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ച പോലെ അതിനെ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു CLAയുടെ മിറർ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ആഡറിൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ, റിപ്പിൾ ക്യാരിയുടെ കേസിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന മിറർ ഇംപ്ലിമെൻറ്റേഷനാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇൻവേർട്ടർ കൊടുത്തിട്ടുണ്ട് ടു ഗെറ്റ് ദ C4 ബാറാണ് നമുക്ക് കിട്ടുന്നത്, C4 ആക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ദ CLA ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ് ടു റെഡ്യൂസ് ദ വെയിറ്റ് ടൈം ഫോർ ക്യാരി പ്രൊപ്പഗേഷൻ. കാരണം ഇവിടെ നമ്മൾ റിപ്ലിംഗ് വേണ്ടി വരുന്നില്ല. പിന്നെ ആസ് വെൽ ആസ് ഇൻക്രീസ്ഡ് സ്പീഡ്. പിന്നെ ഒരു കാര്യത്തോടെ പറയാനായിട്ടുള്ളത്, ഇഫ് ദ വാല്യൂ ഓഫ് പ്രൊപ്പഗേറ്റ് ഈസ് ഈക്വൽ ടു 1, ദ ഇൻകമ്മിങ് ക്യാരി വിൽ പ്രൊപ്പഗേറ്റ്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ജനറേറ്റ് എങ്ങനെയായിരിക്കും ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഇഫ് ബോത്ത് ദ വാല്യൂസ് ഓഫ് A ആൻഡ് B ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജനറേറ്റും പ്രൊപ്പഗേറ്റും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂവിനും അനുസരിച്ചാണ് ജനറേറ്റും പ്രൊപ്പഗേറ്റും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റിപ്ലിംഗ് ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ദെയർഫോർ റെഡ്യൂസിങ് ദ വെയിറ്റ് ടൈം ഓർ ദ സ്പീഡ് ക്യാൻ ബി ഈസിലി ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
കിട്ടുന്നത്. അപ്പം മോർ ദാൻ 4 bits ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് വിൽ ബി മോർ കോംപ്ലെക്സ്. ആസ് വെൽ ആസ് ഇപ്പോൾ ഒരു ഹയർ ഓർഡർ ആഡറൊക്കെയാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബേസിക്കലി ആസ് മൾട്ടിപ്പിൾസ് ഓഫ് 4 bits ആയിട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്.